എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലെ പ്രധാന വിഭവമായിട്ടുള്ള ഇടിയപ്പം അല്ലാന്നുണ്ടെങ്കിൽ നൂലപ്പാണ് കേട്ടോ. നൂലപ്പം ഉണ്ടാക്കുന്ന സമയത്ത് എങ്ങനെ കൂടുതൽ കൈവേദനിക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള നല്ലൊരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ നിങ്ങൾ പ്രസ് ചെയ്താൽ മാത്രമേ എനിക്ക് ഇനിയുള്ള വീഡിയോസ് മുന്നോട്ട് ഇടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു നൂലപ്പം എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുക എന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഇതുപോലുള്ളൊരു ഗ്ലാസ്സിൽ കറക്റ്റ് 1.5 ഗ്ലാസോളം വരുന്ന അരിപ്പൊടി അല്ലാന്നുണ്ടെങ്കിൽ ഇടിയപ്പം പൊടി, ഏറ്റവും നൈസായിട്ടുള്ള പൊടി കേട്ടോ. പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും നൈസായിട്ടുള്ള പൊടി മാത്രമേ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അപ്പോൾ അതുപോലുള്ള പൊടി 1.5 ഗ്ലാസ് അളവിൽ നമുക്ക് ഈ ഒരു പാനിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. ഇനി ഇതേ ഒരു സെയിം ഗ്ലാസ്സിൽ തന്നെ കറക്റ്റ് 2 ഗ്ലാസോളം വരുന്ന സാധാരണ വെള്ളം കൂടി നമുക്ക് ഈ ഒരു പൊടിയിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ പൊടികളുടെ കട്ടകളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഉടച്ചു കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ചൂടാക്കി എടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് കട്ട പിടിച്ച് പോവും. അതുകൊണ്ട് ഇതുപോലുള്ളൊരു വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് കട്ടകളും കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചിട്ടെടുക്കുക. ഇനി ഈ ഒരു സമയത്ത് ഈ ഒരു മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പും അതേപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നേരെ ഇത് സ്റ്റൗവിലോട്ട് വയ്ക്കാം. ഇനി തീ എന്ന് പറയുന്നത് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. കൈവിടുന്ന സമയത്ത് ഇത് പെട്ടെന്ന് അങ്ങോട്ട് കട്ട പിടിച്ചു പോകും. അതുകൊണ്ടാണ് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇടാൻ വേണ്ടിയിട്ട് പറയുന്നത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കൈവിടാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഈ ഒരു കംപ്ലീറ്റ് ആയിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ട് ഈ ഒരു മാവ് എന്ന് പറയുന്നത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം. ആ ഒരു സമയം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മാവ് കറക്റ്റായിട്ട് ഈ ഒരു പരുവത്തിലെത്തുന്ന സമയത്ത് തീ ഓഫ് ചെയ്ത് ഇത് ചൂടാറാനായിട്ടോ മറ്റൊരു പാത്രത്തിലോട്ട് അങ്ങ് നമുക്ക് മാറ്റി വെച്ചേക്കാം. ഇനി നമ്മൾ ഈ ഒരു ഇടിയപ്പം പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് കൈ കൂടുതൽ വേദനിക്കാതിരിക്കാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇടിയപ്പത്തിൻ്റെ സേവനാഴിയിലുള്ള ഈ ഒരു ചില്ലിൻ്റെ അളവിൽ നമ്മൾ ഇതുപോലുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാൻ കേട്ടോ. ഇതുപോലുള്ളൊരു ഏത് പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലുള്ള അടപ്പ് വെച്ചിട്ടാണ് ഈ ഒരു സെയിം അളവിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നല്ല ഷാർപ്പായിട്ടുള്ള ഒരു കത്രിക എടുക്കുക. എന്നിട്ട് സെയിം അളവിൽ നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ ഈ ഒരു രീതിയിൽ ചില്ലിൻ്റെ അതേ ഒരു സൈസിൽ ഇതുപോലുള്ളൊരു പീസ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കങ്ങ് മാറ്റി വെച്ചേക്കാം കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മാവിൻ്റെ ചൂട് അത്യാവശ്യം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഇടിയപ്പം പിഴിഞ്ഞെടുക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അതിനായിട്ട് സേവനാഴിയിൽ നമ്മൾ മാവ് ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ കുറച്ചൊന്ന് വെളിച്ചെണ്ണ എല്ലായിടത്തൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ മാവ് ഇതിൻ്റെ ഉള്ളിലോട്ടായിട്ട് നമുക്കങ്ങ് വെച്ച് കൊടുത്തേക്കാം. നമ്മൾ സാധാരണ പകുതി മാവ് മാത്രമേ ഈ ഒരു സേവനാഴിയിൽ നിറച്ച് കൊടുക്കാറുള്ളൂ. പക്ഷേ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് മാവ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പ് മാവിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ സേവനാഴിയുടെ അടപ്പ് നമുക്കിതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് മാവ് എന്ന് പറയുന്നത് ഒട്ടും ഈ ഒരു സേവനാഴിയുടെ മുകളിലോട്ട് അങ്ങ് വരില്ല. എല്ലാം നമുക്ക് ഒരേ ടൈമിൽ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും, പിഴിഞ്ഞെടുക്കാനും ഒക്കെ എളുപ്പമായിരിക്കും കേട്ടോ. കൂടുതൽ നമുക്ക് കൈവേദനിക്കാതെ ഇത് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടും പറ്റും. ഇനി സാധാരണ രീതിയിൽ ഇഡ്ലിത്തട്ടിൽ മാവ് കുറച്ചായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം കേട്ടോ. പെട്ടെന്ന് സ്മൂത്തായിട്ട് മാവ് ഇതുപോലെ അങ്ങ് പോകുന്നുള്ളൂ. എല്ലാം പിഴിഞ്ഞെടുത്തതിന് ശേഷം കറക്റ്റായിട്ട് ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് മാവിൻ്റെ ആ ഒരു സേവനാഴിയുടെ ഉൾഭാഗമൊക്കെ കാണിച്ചു തരാം. മാവൊന്നും ഒട്ടും മുകളിലോട്ട് വന്നിട്ടില്ല. നമ്മൾ ഒഴിച്ചു കൊടുത്തില്ല, നമ്മൾ ഈ ഒരു സേവനാഴിയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ള മാവ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ഇഡ്ലിത്തട്ടിലോട്ട് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഒരു പ്ലാസ്റ്റിക് അടപ്പൊക്കെ ഞാൻ പതുക്കെ ഒന്ന് എടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് അടുത്ത ട്രിപ്പ് നമുക്ക് ഈ ഒരു സെയിം മെത്തേഡിലങ്ങ് ചെയ്ത് കൊടുത്തേക്കാം. എല്ലാം പിഴിഞ്ഞെടുത്തുനിന്ന് കഴിഞ്ഞാൽ ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെ കേട്ടോ. ഇഡ്ലി ചെമ്പിൽ ഇതുപോലെ നന്നായിട്ട് വെള്ളം തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഓരോ തൊട്ടായിട്ട് ഇതിലോട്ട് വെച്ചിട്ട് കറക്റ്റ് ഒരു 3-4 മിനിറ്റ് അത്രയേ വേണ്ടുള്ളൂ. ഒരുപാട് വെന്തെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇടിയപ്പം പെട്ടെന്ന് അങ്ങ് ഹാർഡായി പോകും. അതുകൊണ്ട് ഒരു 3-4 മിനിറ്റ് വേവിക്കുമ്പോഴേക്കും നമ്മുടെ ഇടിയപ്പം എന്ന് പറയുന്നത് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇടിയപ്പം ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ടും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയാം.
എല്ലാവർക്കും ഇടിയപ്പം ഉണ്ടാക്കുന്ന ഈ ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ നിങ്ങൾ കാണുന്ന ഓരോരുത്തരും പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി സപ്പോർട്ട് ചെയ്യട്ടെ. അപ്പോൾ നാളെ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.